നിഷ്കളങ്കമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു എന്ന് പറയുമ്പോഴും ആ ഭയമുണ്ട്. അതാണ് ക്രൈസ്തവ സഭകൾക്കുമുള്ളത്. ഇതിനു മുൻപ് അവർ അത് പറഞ്ഞിട്ടുള്ളതാണ്, പേര് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സഭകളുടെ കാസ അടക്കമുള്ള വർഗീയ തീവ്രവാദികളുണ്ടല്ലോ, അവരുടെ ഇടപെടലുകൾ ഈ സ്കൂളിൽ, സെൻട്രേറ്റ സ്കൂളിൽ വളരെ കൃത്യമായിട്ട് കാസയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. ആരാണ് കാസ എന്ന് പറയുന്നത്? എന്താണ് കാസ എന്ന് പറയുന്നത്? RSSന്റെ ബൈ പ്രൊഡക്റ്റ് ആണ്. വളരെ കൃത്യമായിട്ട് ഖാസയെ RSS ഉൽപ്പാദിപ്പിച്ചു വിടുന്ന വിഷബീജങ്ങൾ പോലെ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ഖാസ. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ SDPIക്ക് നേരെ ആരോപണങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അധ്യാപകരും വിദ്യാർത്ഥികളും എന്ന് പറയുന്ന വലിയൊരു കൺസെപ്റ്റ് ഉണ്ട്. നമുക്കറിയാവുന്നതാണ്, നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു അറിവുണ്ട്. എന്താണത്? അതൊരു മതേതരത്വവും സൗഹാർദ്ദവും സാഹോദര്യത്തിന്റെയും അന്തരീക്ഷം അവരെ പഠിപ്പിച്ചു വിടുകയാണ്. അല്ല, അവിടെ SDPIക്ക് എന്ത് കാര്യമാണ്? അല്ല, ആ സ്കൂളിൽ SDPIക്ക് എന്ത് കാര്യമാണുള്ളത്? SDPIക്ക് സ്കൂളിനകത്ത് കാര്യമുണ്ട് എന്ന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇതുവരെ ഞങ്ങൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടില്ലല്ലോ. അല്ല, പിതാവ് വന്ന് SDPIയോട് പരാതി പറഞ്ഞു, അപ്പോൾ SDPI ഇടപെട്ടു എന്ന് താങ്കളാണ് പറയുന്നത്. SDPIയോട് പരാതി പറയുന്നത് SDPIയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ആ പിതാവിന്റെ സുഹൃത്തുക്കളാണ്, ആ പരിസരത്ത് ജീവിക്കുന്നവരാണ്. നാട്ടിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലരുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോലെ അവരോട് സഹായം തേടി, അവരോട് കാര്യങ്ങൾ സംസാരിച്ചു. അവരവിടെ വന്ന് വിഷയം തിരക്കി. താങ്ക് യു സനൂപേ. അത് സത്യത്തിൽ ഇന്ന് സനൂപ് വെളിപ്പെടുത്തിയ ഇക്കാര്യം ഇതുവരെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കാര്യമായിരുന്നു. അതായത് നാട്ടിൽ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് SDPIയെ ഈ രക്ഷിതാവ് ഉപയോഗപ്പെടുത്തി. അതാണ് പ്രശ്നമായിട്ട് മാറിയിട്ടുള്ളത്. താങ്ക് യു. അല്ല, SDPIയുടെ ഇടപെടലിന് ശേഷമാണ് ഈ സ്കൂൾ പൂട്ടേണ്ടി വന്നത്. 2 ദിവസം പൂട്ടിയിടേണ്ടി വന്നത്. ആരും